അമ്മായി ഉം. ഉം. ഓ ഓ ഓ ഓ. ഞാൻ പിടിച്ചോളാം. ഇനിയും നറുക്കെടുക്കാം. ആ. നിൽക്ക്. ആ കുഞ്ഞിനെ കൊണ്ട് നറുക്കെടുപ്പിച്ചാ മതി. അത് കൊള്ളാം. ആ ദേ, ആ മർക്കടകൻ അനുവാദം കൂടി മേടിച്ചേരും. ഇല്ലെങ്കിൽ നീ അവനെങ്ങാനും പൊട്ടിത്തെറിച്ചാലോ. മോനെ കാർത്തി, കുഞ്ഞിനെ കൊണ്ട് നറുക്കെടുപ്പിച്ചോട്ടെ. ആ ശരി. ഒരെണ്ണം എടുക്കുന്നതിന് പകരം ഇവള് മൊത്തം വാരി എടുക്കോ? പിടിച്ചു മോളെ ദേ, ആ മിടുക്കി. നിനക്ക് വായിക്കട്ടെ. വായിച്ചോളൂ. ജയറാം, നന്ദിനി. ഇതാരാ അവന്റെ പേര് എഴുതിയിട്ടത്? എനിക്കിപ്പോ അറിയണം. ആര് പേരെഴുതിയിട്ടു എന്നൊന്നും പ്രസക്തമല്ല. ദൈവത്തിൻ്റെ തീരുമാനം എന്താണോ അതാണ് ഈ കുഞ്ഞിലൂടെ ഇവിടെ നടപ്പായത്. ദൈവം ജയരാമനെയും നന്ദിനിയും തെരഞ്ഞെടുത്തു. അത്രയേ ഉള്ളൂ. ജയരാമനും നന്ദിനിയും കൂടി ഒരുമിച്ച് പോയി കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഉമാമഹേശ്വര പൂജയ്ക്കുള്ള അനുവാദം വാങ്ങണം. രാജലക്ഷ്മി അമ്മ എന്തു പറയുന്നു? ശരി. കുടുംബക്ഷേത്രത്തിലുള്ള വിഘ്നേശ്വര പൂജയ്ക്ക് 3 നാളികേരങ്ങൾ അവിടുന്ന് വാങ്ങണം. എന്നിട്ട് ക്ഷേത്രത്തിൽ 3 പ്രദക്ഷിണം വയ്ക്കണം. ഓരോ പ്രദക്ഷിണത്തിനും ഓരോ നാളികേരം ഉടയ്ക്കണം. ഓരോ നാളികേരങ്ങളും ഉടഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നർത്ഥം. അപ്പോ പറഞ്ഞതുപോലെ. ശരി. എന്നാലും അവന്റെ പേര് എഴുതിയിട്ടത് ആരായിരിക്കും? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നല്ലേ? അല്ലേ? അതെ അച്ഛാ. എന്നാൽ നിന്റെ പ്രാർത്ഥനകൾ
ദൈവത്തിന്റെ ടവറിലടിച്ചു. അതിനുള്ള മറുപടിയായത്. എല്ലാ കാലത്തും എല്ലാവരെയും ദൈവം അങ്ങനെ വേദനിപ്പിക്കത്തൊന്നുമില്ല. ഒരു കുഴി ഉണ്ടാകുന്നത് പോലെ ചിരിയും കണ്ണീരും മാറി മാറി വരും. അതാണ് മനുഷ്യ ജീവിതം. അല്ലച്ച, എന്റെയും ദേവിയുടെയും പേര് ഈ നറുക്കെടുപ്പിൽ എഴുതിയിട്ടത് ആരായിരിക്കും? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനല്ല, മനുഷ്യരാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോകുന്ന ദൗർബല്യങ്ങൾ ജീവിതകാലം മുഴുവൻ വേദനിപ്പിക്കുന്നതായി വരാം. എന്നാലും അതിനൊക്കെ ഒരു പരിഹാരമില്ലേ? പറ്റിപ്പോയ തെറ്റുകൾ നീ അനുഭവിക്കുകയും വേദനിക്കുകയൊക്കെ ചെയ്തു, പശ്ചാത്തപിച്ചു. ഇനി അതിനൊക്കെ ഒരു മോചനം വേണ്ടേ? നീയും നന്ദിനിയും പരസ്പരം സ്നേഹിക്കാതിരുന്നവരൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെട്ടവരേ ഉള്ളൂ. അവളെല്ലാം ക്ഷമിക്കാൻ തയ്യാറാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അമ്മ, നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ സംശയം ഇപ്പോഴും ബാക്കിയാണ് സാവിത്രി. എന്ത് സംശയം? അല്ല, ജയറാമിന്റെ പേര് നറുക്കിടാൻ പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മ തറപ്പിച്ചു പറഞ്ഞു. പിന്നെങ്ങനെ ജയറാമിന്റെയും നന്ദിനിയുടെയും പേര് വന്നു? അതിനെത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു ഇന്ദ്രജെ? അരിയാഹാരം കഴിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ അത്? അവരിപ്പോഴും ലൈലെ മജ്നുവിനെ പോലെയാ. അതാരാ ഈ ലൈലേ മജ്നു? അയൽവക്കക്കാര്? അതൊന്നും അല്ലെന്നേ, ആ അറബി കഥയിലെ പ്രണയ ജോഡികള്. ഓ, അവര് നമ്മുടെ ലൈല മജ്നുമാര്. അവരെ പോലെയാണോ ഇവര്? സംശയം എന്ത്? ഇന്ദ്രജയുടെ അനുജത്തി മാധുരി തട്ടിപ്പോയതില് ഏറ്റവും കൂടുതൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് ഇവളാ, ആ നന്ദിനി. അതെനിക്കറിയാം. അക്കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട. എന്റെ അനിയത്തിയെ കൊന്നത് ഇവളും അവനും കൂടിയാ, അതിനൊരു സംശയവും വേണ്ട. ആ കഥ എനിക്കും അറിയാം. അങ്ങനെ മാധുരിയെ ഇവര് രണ്ടുപേരും ചേർന്ന് കൊല്ലണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നന്ദിനിക്കും ജയറാമിനും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം, അത് തന്നെ കാര്യം. അത് അവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡ് ഞാൻ തകർക്കും. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ഇന്ദ്രജ അവസരം കൊടുക്കില്ല. അവനെ മാത്രമല്ല, അവളെ ഞാൻ ജയിലിലേക്ക് അയക്കും. അയക്കണം. ചെമ്പകമംഗലത്തുനിന്ന് ഈ രണ്ടെണ്ണം പോയി തുടങ്ങിയാലേ എനിക്കൊരു സമാധാന സ്വസ്ഥതയുണ്ടാവും. ഇത് മാത്രമല്ല സാവിത്രി, ഇവൻ ഈ ജയറാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആവാൻ പോവുക. സാവിത്രിയുടെ ശത്രു. അത് മനസ്സിലായില്ലേ? അവൻ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നതും ഇവിടെ പലരെയും കയ്യിലെടുക്കാൻ നോക്കുന്നതും വേറെ ലക്ഷ്യത്തിനാ. എന്ത് ലക്ഷ്യം? കാർത്തിക്കിന് രാജലക്ഷ്മി അമ്മ കൊടുത്ത ഇഷ്ടദാന ആധാരത്തിന് മേൽ ജയറാമൻ കത്രിക പോട്ടിടും. ജഗദീഷിനെയും കൂട്ടുപിടിച്ച് ഇവൻ സിവിൽ കോർട്ടിൽ പോവും. രാജലക്ഷ്മി അമ്മ കൂടി എസ് മൂളിയാല് ഇഷ്ടദാന ആധാരം സ്വാഹ. അങ്ങനെയൊക്കെ സംഭവിക്കൂ? സംഭവിക്കാം. ഈ ശാന്തമായ ഭാവത്തിലൊന്നും നടക്കുന്നവനല്ല സാക്ഷാത് ജയറാമൻ. ഇവനും ജഗദീഷും കൂടി കൂടിയാലേ സാവിത്രി ഔട്ട്. അതിനി എന്ത് ചെയ്യും ഇന്ദ്രജെ? അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തി തരാം. സാവിത്രി എന്റെ കൂടെ നിന്നാ മാത്രം മതി. അക്കാര്യം ഞാൻ നടപ്പാക്കി തരാം. ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഒത്തുവന്നിരിക്കുക. അതുകൊണ്ട് ആദ്യം പറ, ഈ പൂജയുടെ ചടങ്ങുകളൊക്കെ എങ്ങനെയാ? ക്ഷേത്രത്തിലെ പൂജകളാണോ? അതെ. ആ, പൂജ ചെയ്യുന്ന സ്ത്രീയുടെ കയ്യില് 3 നാളികേരം വേണം. അവളാ നാളികേരവുമായി ക്ഷേത്രത്തിന് 3 വട്ടം വലം വെക്കണം.
എന്നിട്ട് സകല പാപങ്ങളും ക്ഷമിക്കാൻ പ്രാർത്ഥിച്ച് നടക്കരികിലുള്ള കല്ലില് നാളികേരം എറിഞ്ഞുടയ്ക്കണം. നാളികേരം എറിഞ്ഞുടയ്ക്കണം. അതെ. നന്ദിനിയുടെ ജീവിതം കൂടി അങ്ങ് ഉടഞ്ഞു പൊടിഞ്ഞു തീർന്നാലോ? സാവിത്രി, ഇന്ദ്രജിക്ക് കനിവും കാരുണ്യവും ഒക്കെ ഉണ്ട്. അത് എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം. അല്ലാത്തവരോട് എനിക്ക് യാതൊരു ദയയുമില്ല. നീതിയും നിയമവും മാനുഷിക മൂല്യവും തകർക്കപ്പെടുന്ന ഒരു ലോകമാണിത്. തെറ്റു മാത്രമുള്ള ഒരു ലോകത്ത് തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. പൂജാ ദിവസം നന്ദിനിയുടെ അവസാന ദിവസമായിരിക്കും. കുറിച്ചു വെച്ചോ. എത്ര വർഷങ്ങൾ കടന്നുപോയി ഞാൻ ജയേട്ടനോടൊപ്പം യാത്ര ചെയ്തിട്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല വീണ്ടും ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന്, അതും അമ്പലത്തിലേക്ക്. ഇങ്ങനെയൊരു നല്ല നാള് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഒരുപക്ഷെ ദേവി എനിക്ക് തിരികെ തരാൻ വേണ്ടി ദൈവവുമായിട്ടൊരുക്കിയ അവസരമായിരിക്കും ഇത്. നാളെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര പൂജയിലൂടെ നിന്റെ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അമ്മയുടെ മനസ്സ് വലിയും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പൂജയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജേട്ടൻ ഒരു പാവോ. മാധുരിയുടെ ഒരു ചതിയില് ജേട്ടൻ വീണു പോയതായിരിക്കും. അതുകൊണ്ട് പാവം ജേട്ടൻ എന്തൊക്കെ അനുഭവിച്ചു. ഒരു കടലോളം സ്നേഹം എനിക്ക് തന്നവളാ എൻ്റെ ദേവി. അത് തിരിച്ചറിഞ്ഞിട്ടും എനിക്കെൻ്റെ ദേവി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. എന്തൊരു വിധി. നാളെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകുന്നു. അതെ ദേവി, എത്ര കാലമല്ലേ ഒരുമിച്ചൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ട്. സന്തോഷമല്ലേ? ആ നറുക്കെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെയും പേരുകൾ എഴുതിയിട്ടത് ആരാണ്? ദേവിയാണോ? ഞാനല്ല. നാളത്തെ ഒരു ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. ദേവിക്കോ? മീനാക്ഷി, പോലെ പോലെ അമ്മ പോവണ്ട.
ഞാനേ അബദ്ധത്തിൽ വന്നതാ. ഇനി കട്ടുറുമ്പാവില്ല. ഏ ആ, ഞാൻ വേഗം തിരിച്ചു പോയിക്കോളാം. നീ പോവണ്ണേ. കഷ്ടം. ഒരു സ്വർഗം ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് തകർത്തു കളഞ്ഞു. അമ്മേ, അച്ഛാ, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. മോളെ, ജോത്സ്യൻ പറഞ്ഞതുപോലെ പൂജകളെല്ലാം കൃത്യമായും ചെയ്യണം കേട്ടോ മോളെ. ശരി അച്ഛാ. ദത്തുപുത്രിയെ അനുഗ്രഹിച്ചയക്കുന്നു. സ്വന്തം പുത്രിയെ ശകാരിച്ചു വിലക്കുന്നു. ഇവരൊക്കെയാണോ മാതാപിതാക്കള്? ഇറങ്ങട്ടെ അമ്മ. ശരി. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ദേ ഇതാണ്. എന്താ രാജലക്ഷ്മി നീ ഇങ്ങനെ? അവർ ഒരുമിച്ച് ജീവിച്ചവരല്ലേ, അവർ പോയി വരട്ടെ. അവളുടെ ജീവിതം തകർത്ത് കളഞ്ഞവനല്ലേ അവൻ. മനുഷ്യരല്ലേ, പാകപ്പിഴകളും താളപ്പിഴകളും ഒക്കെ പറ്റും രാജലക്ഷ്മി. നീ അവനോട് ക്ഷമിക്കാൻ നോക്ക്. എന്നെ കൊണ്ടത് സാധിക്കില്ല. കയറിക്കോ ദേവി. വേണ്ട, ജേട്ടൻ തനിച്ചിരുന്നാ മതി. ഞാൻ മുൻസീറ്റിൽ കയറിക്കോളാം. അവള് കാറിന്റെ മുൻസീറ്റിൽ കയറിയത് ഇവിടെ ചിലരെ കാണിക്കാനുള്ള അഭിനയമായിരുന്നു. അതാർക്കെങ്കിലും അറിയൂ? നന്ദിനി ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്ന് നീ എന്നെ പഠിപ്പിച്ചു തരണ്ട. അവളൊരു ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ ഇവൾ കോസലരാജന്റെ ശ്രേഷ്ഠയും പുണ്യവതിയുമായ സീതാദേവിയല്ലേ? കുലമഹിമയുള്ള തറവാട്ടമ്മ. നിന്നെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി എന്നെ കടലാമണക്കന്റെ പത്തൽ വെട്ടി അടിക്കണം. കഷ്ടം. ഹലോ ഇന്ദ്രജെ. നായകനും നായികയും അവിടുന്ന് പുറപ്പെട്ടല്ലോ അല്ലേ? ഇപ്പൊ അങ്ങോട്ട് പുറപ്പെട്ടതേ ഉള്ളൂ. എല്ലാവരും കൂടി യാത്രയാക്കിയാണോ അവളെ വിട്ടത്? അതെന്താ ഇന്ദ്രജെ അങ്ങനെ ചോദിച്ചത്? സാവിത്രി ഇത്ര പൊട്ടിയാണോ? എന്താ സംഭവിക്കുകയെന്ന് ഞാൻ ഇന്നലെ ഒരു സൂചന തന്നതല്ലേ? അത് മനസ്സിലായി. എന്നാലും ഇന്ദ്രജയുടെ നാവിന്ന് അവക്കെന്താ സംഭവിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു സുഖം, ഒരു മോഹം. അവളുടെ ജീവിത കഥയിൽ ഒരു ആന്റി ക്ലൈമാക്സ് ഞാൻ ഇന്ന് എഴുതുക. ഓ, കേൾക്കാൻ എത്രയോ സുഖമുള്ള വാക്കുകൾ. എന്റെ ജീവിതത്തില് ഇത്രയും സന്തോഷകരമായ ഒരു ദിവസം ഇനി മറ്റൊന്നുണ്ടാവില്ല. സന്തോഷിച്ചോ സാവിത്രി? മതി മറക്ക് സന്തോഷിച്ചോളൂ. അയ്യോ, അതെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്റെ അതിമോഹം കൊണ്ടാണേ. ആ, ചോദിച്ചോ. അവരുടെ കഥയുടെ ക്ലൈമാക്സ് എഴുതുന്നത് മാക്കാങ്കുഴി ശിവനാണോ? അതാരാ മാക്കാങ്കുഴി ശിവൻ? അതാ അമ്പലത്തിലെ ഇടങ്ങേറ് പിടിച്ചൊരാനയാ. ഇതുവരെ അവൻ 49 പാപ്പാമാരെ കൊന്നിട്ടുണ്ട്. പാവം സെഞ്ചുറി അടിക്കാൻ വേണ്ടി നിന്ന് ചിഹ്നം വിളിക്കുക. അവളെ തീർക്കാൻ മനുഷ്യരുള്ളപ്പോ പിന്നെ ആനയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന എന്തിനാ? അവള് തീരുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ.
ദൈവമേ, ഞങ്ങൾ തമ്മിൽ പറയുന്നത് ഇവള് കേട്ടോ? ഇവളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഇവള് ചതിക്കൂ.